കടം നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം മുഴുവനും കവർന്നെടുക്കുന്നുണ്ടോ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളത്തെ ചിലവുകളെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ പണം തരാനുള്ളവർ വിളിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്നോർത്ത് നെഞ്ചു പിടയുന്നുണ്ടോ? മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, ആർക്കും മുഖം കൊടുക്കാൻ വയ്യാതെ, സ്വന്തം വീട്ടിൽ തന്നെ ഒരു തടവറയിൽ പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുകയാണോ? എങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണ്. കാരണം നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. പലപ്പോഴും നമ്മൾ ഏറ്റവും തളർന്നിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് ഉണർത്താൻ, ഒരു പുതിയ വഴി കാണിച്ചു തരാൻ ചില അടയാളങ്ങൾ ചുറ്റും പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങും. ഒരു പക്ഷേ ആ അടയാളങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ തിരിച്ചറിയാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതം ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടരുന്നത്. ചിലർ ഇതിനെ ദൈവികമായിട്ടുള്ള ഇടപെടലെന്നും, മറ്റു ചിലർ ഏഞ്ചലുകൾ അയക്കുന്ന സന്ദേശങ്ങൾ എന്നുമൊക്കെ വിളിക്കും. ആ സന്ദേശങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നും, അതിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം ഉപയോഗിച്ച് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറണമെന്നും നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതാനുള്ള ഒരു വഴികാട്ടിയായി മാറിയേക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഒരു പിന്തുണ നിങ്ങൾക്കൊപ്പമുണ്ട്. നമ്മളിൽ മിക്കവരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവും. ചിലപ്പോൾ അത് സാമ്പത്തികമായിരിക്കാം, മറ്റു ചിലപ്പോൾ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാകാം. പക്ഷേ കടം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തിക്കളയുന്ന ഒന്ന് തന്നെയാണ്, അല്ലേ? അത് നമ്മുടെ ആത്മവിശ്വാസം കെടുത്തും, നമ്മുടെ സന്തോഷം ഇല്ലാതാക്കും, നമ്മുടെ ഉറക്കം ഇല്ലാതാക്കും. ഉറക്കം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അന്യമായി പോകുന്നത് പോലെ ആയിത്തീരും, അല്ലേ? ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ സത്യം അതല്ല. നിങ്ങളൊന്ന് മനസ്സ് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് ചുറ്റും സഹായത്തിന്റെ ഒരു വലയം തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചിലർ ഇതിനെ പ്രപഞ്ചത്തിന്റെ ശക്തി എന്ന് പറയും, മറ്റു ചിലർ ഇതിനെ ദൈവിക ഇടപെടൽ എന്ന് വിശ്വസിക്കും, വേറെ ചിലർ ഇതിനെ ഗാർഡിയൻ ഏഞ്ചലുകളുടെ സഹായം എന്ന് വിശേഷിപ്പിക്കും. പേര് എന്തു തന്നെ ആയാലും ആശയം ഒന്ന് തന്നെയാണ്. നിങ്ങൾ സഹായത്തിനായി തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ ഒരു പോസിറ്റീവ് മാറ്റത്തിനുള്ള സൂചനകൾ നിങ്ങളുടെ മുന്നിലെത്തുക തന്നെ ചെയ്യും. പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ സെൻസിറ്റീവ് ആയിരിക്കും, അല്ലെ? അതുകൊണ്ട് തന്നെ സാധാരണ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പല ചെറിയ കാര്യങ്ങളും അടയാളങ്ങളും ആ സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് ഉദിക്കുന്ന ഒരു ചിന്തയാകാം, അതുമല്ലെങ്കിൽ വഴിയരികിൽ കാണുന്ന ഒരു പരസ്യത്തിലെ വാചകമാകാം, അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ സംസാരത്തിൽ നിന്ന് വീണ് കിട്ടുന്ന ഒരു ആശയമാകാം. ഈ സന്ദേശങ്ങൾ തിരിച്ചറിയുക എന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുള്ള മോചനത്തിലേക്കുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത്. കാരണം പ്രതീക്ഷയാണ് ഏറ്റവും വലിയ മരുന്ന്. ആ പ്രതീക്ഷ നൽകാനാണ് ഈ അടയാളങ്ങൾ വരുന്നത്. എന്താണ് ഈ അടയാളങ്ങൾ? എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. എങ്ങനെയാണ് ഈ സന്ദേശങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത്? ഇതിന് പല രൂപങ്ങളുണ്ട്. നിങ്ങൾ മനസ്സ് തുറന്നു വെച്ചാൽ ഇവയിലൊന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. അതിലൊന്ന് ആവർത്തിച്ചു വരുന്ന സംഖ്യകളാണ്, ഏഞ്ചൽ നമ്പേഴ്സ്. നിങ്ങൾ ഈയിടെയായിട്ട് ഫോണിൽ സമയം നോക്കുമ്പോൾ 11:11, 2:22 അല്ലെങ്കിൽ 3:33 അങ്ങനെയൊക്കെ കാണാറുണ്ടോ? അല്ലെങ്കിൽ കാറുകളുടെ നമ്പറുകളിലോ ബില്ലുകളിലോ ഒക്കെ 888, 555 പോലുള്ള സംഖ്യകൾ ആവർത്തിച്ച് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പല ആത്മീയ വിശ്വാസങ്ങളിലും ഇതിന് ഏഞ്ചൽ നമ്പറുകൾ എന്നാണ് പറയുന്നത്. ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇത്തരം സംഖ്യകൾ കാണുന്നത് കൊണ്ട് പണം ആകാശത്ത് നിന്ന് വീഴുമെന്നല്ല അർത്ഥം. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. മറിച്ച് ഇവ നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയും പോസിറ്റീവ് എനർജിയും നിറയ്ക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാത്രം കാണുക. തളർന്നു പോയ നിമിഷങ്ങൾക്ക് ഹേയ് പ്രതീക്ഷ കൈവിടേണ്ട എന്ന് പറയുന്ന ഒരു ചെറിയ അടയാളം പോലെ ഇതിനെ നമുക്ക് എടുക്കാം. 11:11 അല്ലെങ്കിൽ 111 ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയായി ഇതിനെ പലരും കണക്കാക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവുമായിട്ട് മാറ്റാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നമ്പർ പറയുന്നത്. അതുപോലെ തന്നെ 5555 കാണുമ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. പഴയ ശീലങ്ങൾ വിട്ട് പുതിയതിനെ സ്വീകരിക്കാൻ തയ്യാറാകുക എന്ന സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ 888 സാമ്പത്തിക അഭിവൃദ്ധിയുടെ പ്രതീകമായിട്ടാണ് ഈ ഒരു നമ്പർ നമ്മൾ കാണുന്നത്.
ഇത് കാണുമ്പോൾ പണം എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള വഴികൾ തുറക്കുന്നുണ്ട് എന്നൊരു പോസിറ്റീവ് ചിന്ത മനസ്സിൽ നിറയ്ക്കുക. ഈ സംഖ്യകൾ കാണുമ്പോൾ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും, എനിക്ക് നല്ലൊരു കാലം വരുന്നുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഈ പോസിറ്റീവ് മനോഭാവമാണ് യഥാർത്ഥ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ആദ്യത്തെ ഇന്ധനമെന്ന് പറയുന്നത്. രണ്ടാമത്തെ അടയാളമായി വരാൻ സാധ്യതയുള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ള ആശയങ്ങളും ഉൾക്കാഴ്ചകളുമാണ്. അതായത് കടം കയറി വഴിമുട്ടിയിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കും, അല്ലെ? ആ സമയത്ത് ഒരുപക്ഷെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വെറുതെ നടക്കുമ്പോഴോ മനസ്സിലേക്ക് ഒരു പുതിയ ആശയം മിന്നൽ പിണർ പോലെ വരാനായിട്ട് സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ആ ചെറിയ ബിസിനസ് തുടങ്ങിക്കൂട്ടാ, അല്ലെങ്കിൽ ആ പഴയ സുഹൃത്തിനെ ഒന്ന് വിളിച്ചാൽ ഒരു ജോലി ശരിയായേക്കുമോ തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇവയെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല. പലപ്പോഴും നമ്മൾ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ആ ചിന്തകളെ അപ്പോൾ തന്നെ ഉപേക്ഷിക്കും. എന്നാൽ അടുത്ത തവണ അങ്ങനെയൊരു ആശയം മനസ്സിൽ വരുമ്പോൾ അതിനെ ഒരു പേപ്പറിലേക്ക് നിങ്ങൾ എഴുതി വെക്കുക. അത് നിങ്ങളുടെ വഴികാട്ടിയായേക്കാം. തീർച്ചയായിട്ടും അതൊരു ഏഞ്ചൽ സൈൻ തന്നെ ആയിരിക്കാം. മൂന്നാമത് മറ്റുള്ളവരിലൂടെയുള്ള സഹായമാണ്. ചിലപ്പോൾ സഹായം വരുന്നത് മറ്റു മനുഷ്യരുടെ രൂപത്തിലാകാം. നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് വിളിച്ച് ആശ്വാസവാക്ക് പറയുന്നത്, അല്ലെങ്കിൽ സംസാരത്തിനിടയ്ക്ക് നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത്, ഇതൊക്കെ ഓരോ സന്ദേശങ്ങളാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ അതിലെ ഒരു സംഭാഷണം നിങ്ങളുടെ ഹൃദയത്തിൽ തറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും യാദൃശ്ചികമായിരിക്കില്ല. അത് നിങ്ങളുടെ സങ്കടങ്ങൾക്കുള്ള ഒരു ഉത്തരമായിരിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ചെവി കൂർപ്പിച്ചു വെക്കുക, കണ്ണു തുറക്കുക. സഹായം ആരുടെ രൂപത്തിലും വരാം. നാലാമത് പ്രകൃതിയിൽ നിന്നുള്ള അടയാളങ്ങളാണ്. അതായത് ചിലർക്ക് പ്രകൃതിയിലൂടെയുള്ള സന്ദേശങ്ങളൊക്കെ ലഭിച്ചേക്കാം. അതായത് ഒരു തൂവൽ പറന്നു വന്ന് നിങ്ങളുടെ അരികിൽ വീഴുന്നത്, ഒരു പ്രത്യേകതരം ചിത്രശലഭം സ്ഥിരമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒക്കെ ഓരോ അടയാളങ്ങളായി കാണുന്നവരുണ്ട്. ഇവയെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കാനുമുള്ള പ്രപഞ്ചത്തിന്റെ സ്നേഹപ്രകടനങ്ങളായിട്ട് കാണുക. ഈ അടയാളങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന അർത്ഥമാണ് പ്രധാനമെന്ന് പറയുന്നത്. അത് നിങ്ങളിൽ പ്രതീക്ഷ നിറയ്ക്കുന്നുവെങ്കിൽ അതൊരു നല്ല അടയാളം തന്നെയാണ്. അടയാളങ്ങൾ മാത്രം മതിയോ? പ്രവൃത്തിയാണ് പ്രധാനം. നമ്മൾക്ക് ഈ അടയാളങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏഞ്ചൽ നമ്പർ കണ്ടതുകൊണ്ടോ നല്ല ആശയങ്ങൾ മനസ്സിൽ വന്നതുകൊണ്ടോ മാത്രം നമ്മുടെ കടങ്ങൾ വീടില്ല. ഈ അടയാളങ്ങളെല്ലാം ഒരു ട്രാഫിക് സിഗ്നലിലെ പച്ച ലൈറ്റ് പോലെയാണ്. മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി എന്ന് മാത്രം. വണ്ടി ഓടിച്ചു പോകേണ്ടത് നമ്മൾ തന്നെയാണ്, അല്ലെ? സന്ദേശങ്ങൾ നമുക്ക് പ്രതീക്ഷയും ദിശാബോധവും നൽകുന്നു. എന്നാൽ ആ ദിശയിലേക്ക് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ അടയാളങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ധൈര്യം സംഭരിച്ച് പ്രശ്നങ്ങളെ നേരിടുക. കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ വഴി നിങ്ങൾക്ക് എത്ര കടമുണ്ട് എന്ന് സത്യസന്ധമായിട്ട് മനസ്സിലാക്കുക എന്നത് തന്നെയാണ്. ഒരു ഡയറിയും പേനയും എടുത്ത് ആർക്കൊക്കെ എത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് കൃത്യമായിട്ട് എഴുതുക. അതോടൊപ്പം പണം കൊടുക്കാനുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുക. നിങ്ങൾക്ക് കുറച്ച് സാവകാശം വേണമെന്ന് അവരോട് സത്യസന്ധമായിട്ട് പറയുക. ഒളിച്ചോടുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയുള്ളൂ, അല്ലേ? അടയാളങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം ഈ ഒരു ചുവടുവെപ്പിന് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. രണ്ടാമതായിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. അതായത് വരവ് ചിലവ് കണക്കുണ്ടാക്കുക. നിങ്ങളുടെ മാസ വരുമാനം എത്രയാണ്, ചെലവുകൾ എത്രയാണ് എന്ന് വ്യക്തമായിട്ട് എഴുതുക. ഭക്ഷണം, യാത്ര, വാടക, ബില്ലുകൾ എന്നിങ്ങനെ ഓരോന്നിനും എത്ര രൂപ വേണ്ടിവരുമെന്ന് കണക്കാക്കുക. ഇതിൽ അനാവശ്യമായിട്ടുള്ള എന്തൊക്കെ ചെലവുകൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുക. ഒരു ചായ കുടിക്കുന്നത് പോലും എഴുതി വെക്കുന്ന ശീലം നിങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. 3, പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ വന്ന ആ പുതിയ ആശയത്തെ പൊടിതട്ടിയെടുത്ത് ഉപയോഗിക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ ചില ആശയങ്ങൾ മനസ്സിലേക്ക് വന്നേക്കാം എന്നല്ലേ? നിങ്ങളുടെ കയ്യിലുള്ള ആ കഴിവുകൾ എന്തൊക്കെയാണ്? നന്നായി പാചകം ചെയ്യാൻ അറിയാമോ? ഡ്രൈവിംഗ് ചെയ്യാൻ അറിയാമോ? നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ നിങ്ങൾ
ഉച്ചയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ജോലികൾ കണ്ടെത്തുക. ഒരു ചെറിയ വരുമാനം പോലും നിങ്ങളുടെ ആത്മവിശ്വാസം തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഒരു പ്രതീകാത്മകമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുക. ഇത് പൂർണ്ണമായ ഒരു വിശ്വാസമാണ്. അതായത് ഒരു പച്ച പേപ്പറിൽ 2, 9, 1, 8 എന്നെഴുതി പേഴ്സിൽ സൂക്ഷിക്കുന്നത് പണത്തെ ആകർഷിക്കാൻ സഹായിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഇതിനെ ഒരു മാന്ത്രിക ശക്തിയായിട്ട് അല്ലെങ്കിൽ മാന്ത്രിക സംഖ്യയായിട്ട് കാണുന്നതിലുപരി പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് ഇതിനെ കാണാവുന്നതാണ്. ഇത്തരം പ്രവൃത്തികൾ നിങ്ങളുടെ വിശ്വാസം നിറയ്ക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം ആ വിശ്വാസമാണ് നിങ്ങളെ പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ ഒരിക്കലും ശാശ്വതമല്ല. കടത്തിന്റെ ഈ ഇരുണ്ട തുരങ്കത്തിന് അപ്പുറത്ത് ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലേക്കുള്ള വഴികാട്ടികളാണ് ഈ അടയാളങ്ങൾ. ആ സന്ദേശങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. അവ നൽകുന്ന പ്രതീക്ഷയെ മുറുകെ പിടിക്കുക. അതിലുപരിയായി പ്രവർത്തിക്കുക. പ്രശ്നങ്ങളെ ധൈര്യമായിട്ട് നേരിടുക. വരവും ചെലവും നിയന്ത്രിക്കുക. പുതിയ വഴികൾ കണ്ടെത്തുക. പ്രപഞ്ചത്തിന്റെ പിന്തുണയോടൊപ്പം നിങ്ങളുടെ കഠിനാധ്വാനവും കൂടി ചേരുമ്പോൾ ഏത് കടക്കണിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ശരിക്കും അതിനുള്ള ശക്തിയുണ്ട്. നിങ്ങൾക്ക് ഈയിടെയായിട്ട് എന്തെങ്കിലും സവിശേഷമായിട്ടുള്ള അടയാളങ്ങളോ നമ്പറുകളോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് വായിക്കുന്ന മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായേക്കാം. നമുക്ക് പരസ്പരം താങ്ങും തണലും ഒക്കെ ആകാം. ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം നിങ്ങളുടെ ഒരു ഷെയർ അവർക്കൊരു പുതിയ പ്രതീക്ഷ നൽകിയേക്കാം. കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.